ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ക്ലിനിക്കൽ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലെ യൂണിറ്റ് 3യിലെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഇൻ്റർനാഷണൽ ലബോറട്ടറി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് തൊട്ടിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഈ ഒരു ഇൻ്റർനാഷണൽ ലബോറട്ടറി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലാബിൽ നമ്മൾ വെച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? കറക്റ്റായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ എൻഷുർ ചെയ്യുന്നു? നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി എത്രത്തോളം മൂല്യം ഉണ്ടായിരുന്നു അതിന് എന്നുള്ളതും, അതുപോലെ തന്നെ അത് എത്രത്തോളം സേഫ്റ്റിയാണ്, റിലയബിലിറ്റി, എഫിഷ്യൻസി, റീപ്രൊഡ്യൂസിബിലിറ്റി, ഇതിനൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ISO സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് എ ടെക്നിക്കൽ ബേസ് ഫോർ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് കൺഫോമിറ്റി അസസ്മെൻറ്റ്. ISO സ്റ്റാൻഡേർഡ്സ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? നമുക്ക് ഒരു ടെക്നിക്കൽ ബേസ് ഫോർ ഹെൽത്ത്, നമ്മുടെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളൊരു ബേസാണ് ഈ ക്വാളിറ്റി കൺട്രോൾ നോക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് കൺഫോമിറ്റി ആസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മാനേജ്മെൻറ്റ് ആസ് വെൽ ആസ് ടെക്നിക്കൽ റിക്വയർമെൻറ്റ് ഫോർ മെഡിക്കൽ ലബോറട്ടറീസ്. ഇതിൽ നമുക്ക് നമ്മുടെ ടെക്നിക്കലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാണ് നമ്മുടെ പ്രൊഡക്ട്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടോ, ഇതിനൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ എ നാഷണൽ ലബോറട്ടറി പ്ലാൻ ഷുഡ് സ്പെസിഫൈ quality standards for laboratories at each level and define the bodies responsible for establishing, implementing and monitoring those standards. ഈ ഒരു രീതിയിലൂടെ നമുക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മോണിറ്റർ ചെയ്യുന്നതിനൊക്കെ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കറക്റ്റായിട്ട് നമുക്കൊരു പ്ലാനിങ്ങോട് കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? നമുക്ക് ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ക്ലിനിക്കൽ ആൻഡ് പബ്ലിക്കൽ ഫിസിഷ്യൻസ്, ഡിസീസ് പ്രോഗ്രാം മാനേജേഴ്സ്, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് റെലവൻറ്റ് പ്രൊഫഷണൽ സൊസൈറ്റീസ്, റിസർച്ച് ആൻഡ് ട്രെയിനിങ് സിറ്റുവേഷൻസ്, ലീഗൽ അഡ്വൈസേഴ്സ്, health administrators and representative from laboratory network including non-governmental and private laboratories. ഇത്രയും ആളുകൾ നമുക്ക് ഒരുമിച്ച് ചേർന്നിട്ടൊരു കൃത്യമായിട്ട് ഒരു ക്വാളിറ്റി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്കതിനെ പിന്തുടർന്ന് പോകാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചിട്ടാണ്. എന്താണ് ക്വാളിറ്റി കൺട്രോൾ? അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്? നമുക്ക് റുട്ടീനായിട്ടുള്ളൊരു ടെക്നിക്കൽ ആക്ടിവിറ്റീസാണ്. ഇതുവഴി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലാബിലേക്ക് റുട്ടീനായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അഡ്രസ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഡാറ്റാസിൻ്റെ ഇൻറ്റഗ്രിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് കറക്റ്റ്നെസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും കംപ്ലീറ്റ്നെസ് ആക്കുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഓൾസോ റെക്കോർഡ് ഓൾ ക്വാളിറ്റി കൺട്രോൾ ആക്ടിവിറ്റീസ്. ദ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ഇൻ എ ഹിസ്റ്റോപത്തോളജി ലാബ് വിൽ ഇൻക്ലൂഡ് അക്യുറേറ്റ് പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരു ഹിസ്റ്റോപത്തോളജി ലാബിലാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ അക്യുറേറ്റ് ആയിരിക്കണം, നമ്മുടെ സ്പെസിമെൻ്റെ ഫിക്സേഷനും പ്രോസസ്സിങ്ങും, അതുപോലെ തന്നെ എംബഡിങ് ടെക്നിക്സ്, മൈക്രോട്ടോമി, അൺആക്സെപ്റ്റബിൾ ആർട്ടിഫാക്ട്സ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് കൺട്രോൾസ് ടു ഡിറ്റർമിൻ കറക്റ്റ്നെസ് ഓഫ് സ്പെഷ്യൽ സ്റ്റെയിൻസ് ആൻഡ് ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിക്കൽ മെത്തേഡ്സ്. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് തൊട്ടിട്ട് നമുക്ക് സ്പെസിമെൻ കളക്ഷൻ തൊട്ട് ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിക്കൽ മെത്തേഡ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു ക്വാളിറ്റി കൺട്രോൾ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി അഷ്വറൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ്? അതായത് ഇതിൽ നമ്മൾ പറയുന്നത്
നമ്മുടെ ലബോറട്ടറി പ്രോസസ്സിൽ തന്നെയാണ് ഈ ക്വാളിറ്റി അഷ്വറൻസ് വരുന്നത്. ക്വാളിറ്റി കൺട്രോൾ പ്രൊവൈഡ്സ് ദ ഡാറ്റ ഫോർ ക്വാളിറ്റി അഷ്വറൻസ് ആക്ടിവിറ്റീസ് വേർ കറക്ഷൻ ഓഫ് എറേഴ്സ്. ഇവിടെ വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്ഷൻ, എറേഴ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ്, അതുപോലെ തന്നെ ഫെയിലേഴ്സ് ഓർ അതർ അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ആർ ഇവലുവേറ്റഡ് എഗെയിൻസ്റ്റ് ദ ലബോറട്ടറി എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റാക്കിയിട്ട് തിരുത്തുക എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്, ക്വാളിറ്റി അഷ്വറൻസിൽ നമ്മൾ പറയുന്നത്. പാർട്ടിസിപ്പേഷൻ ഇൻ എക്സ്റ്റേണൽ പ്രോഗ്രാംസ് ഓൾസോ കോൺട്രിബ്യൂട്ട് വാല്യബിൾ ഇൻഫർമേഷൻ ഫോർ എ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം. നമുക്കിതുപോലെ തന്നെ എന്താണ് വൾണറബിൾ ഇൻഫർമേഷൻ ഫോർ എ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം. ഇതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ പ്രോഗ്രാംസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ആ ഒരു എന്താണ് ടെസ്റ്റുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് നമ്മൾ തെറ്റുകളൊക്കെ തിരുത്തി അതിനെ കൃത്യമാക്കുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് അഷ്വറൻസ് പ്ലാൻ ഫോർ ഹിസ്റ്റോപത്തോളജി ലാബാണ് വരുന്നത്. അപ്പോൾ ഡിസൈനിങ് എ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് അഷ്വറൻസ് പ്ലാൻ ഇൻ ഹിസ്റ്റോപത്തോളജി ഷുഡ് ഫോക്കസ് ഓൺ 3 എലമെൻറ്റ്സ്. നമ്മുടെ ഒരു ക്വാളിറ്റി കൺട്രോൾ ചെക്കിങ്ങിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ആ ഒരു പ്ലാൻ്റെ അഷ്വറൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ 3 എലമെൻറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് വരുന്നത് പ്രീ അനലൈറ്റിക്കൽ ഫേസ്, 2 അനലൈറ്റിക്കൽ ഫേസ്, 3 പോസ്റ്റ് അനലൈറ്റിക്കൽ ഫേസ്. ഇങ്ങനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രീ അനലൈറ്റിക്കൽ ഫേസ്, അനലൈറ്റിക്കൽ ഫേസ്, പോസ്റ്റ് അനലൈറ്റിക്കൽ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾസിനൊക്കെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ റിസൾട്ടിങ് ഇൻ എൻ എറോണിയസ് ഡയഗ്നോസിസ്. ഇനി ഓരോന്നും എന്താണെന്നാണ് പറയുന്നത്. പ്രീ അനലൈറ്റിക്കൽ ആസ്പെക്ട്സ്. എന്താണ് ഈ പ്രീ അനലൈറ്റിക്കൽ ആസ്പെക്ട്സിൽ വരുന്നത്? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പിൾ കളക്ഷൻ വരും, നമ്മുടെ സാമ്പിളിൻ്റെ ട്രാൻസ്പോർട്ട്, ആസെഷൻ ആൻഡ് ടിഷ്യൂ പ്രോസസ്സിംഗ് ആൻഡ് സബ്മിഷൻ ഓഫ് സ്ലൈഡ് ഫോർ റിപ്പോർട്ടിംഗ്. ഇത്രയും കാര്യങ്ങളാണ് പ്രീ അനലൈറ്റിക്കൽ ആസ്പെക്ട്സിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു studies have indicated that errors related to pre-analytical phase can endanger quality of histopathology report. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റഡീസിൽ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ കളക്ഷനിലോ ട്രാൻസ്പോർട്ടിലോ അസെഷനിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രീ അനലൈറ്റിക്കൽ ആസ്പെക്ട്സിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് അനലൈറ്റിക് ആസ്പെക്ട്സ് ആണ് വരുന്നത്. ഈ അനലൈറ്റിക്കൽ ഫേസ് എന്ന് പറയുന്നത് അവിടെ വരുന്നത് സ്ലൈഡ് റീഡിങ് അലോങ് വിത്ത് റെലവൻറ്റ് ഡാറ്റ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. സ്ലൈഡ് റീഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യലുമാണ് എന്തിൽ നടക്കുന്ന അനലൈറ്റിക്കൽ ആസ്പെക്ട്സിൽ നടക്കുന്ന കാര്യം. അപ്പോൾ പത്തോളജിസ്റ്റ് ഹാവ് ജഡ്ജ്മെൻറ്റ്, be conscious of the patient's welfare and should always strive to provide accurate diagnosis. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പത്തോളജി മസ്റ്റ് ഹാവ് ജഡ്ജ്മെൻറ്റ്, ബി കോൺഷ്യസ് ഓഫ് ദ പേഷ്യൻറ്റ് വെൽഫെയർ. നമ്മൾ പത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്, പത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിസീസുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്തോളജിസ്റ്റ്. നമുക്ക് ഹിസ്റ്റോപത്തോളജി ലാബുകളിലൊക്കെ തന്നെ പത്തോളജിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ നമുക്ക് എന്താണ് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡയഗ്നോസിസ് തരുന്നു. ഈ പത്തോളജിസ്റ്റ് എന്താണ് മസ്റ്റ് കോൺസ്റ്റൻ്റ്ലി സീക്ക് ഔട്ട് ന്യൂ നോളേജ് ആൻഡ് അഡോപ്റ്റ് ന്യൂ പ്രാക്ടീസസ് ആസ് ദേ ബിക്കം അവൈലബിൾ. അതായത് ഈ ടിഷ്യൂസോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗൻ എങ്ങാനും നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലെങ്കിൽ പുതിയതായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളാണോ അതിലുള്ളത്, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡിയൊക്കെ ചെയ്യുന്നതാണ് എന്തിൽ വരുന്നത് അനലൈറ്റിക്കൽ ആസ്പെക്ട്സിൽ വരുന്ന കാര്യം. നെക്സ്റ്റ് വരുന്നത് പോസ്റ്റ് അനലൈറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് വരുന്നത്. എന്താണ് ഈ പോസ്റ്റ് അനലൈറ്റിക്കൽ ആസ്പെക്ട്സ്? പോസ്റ്റ് അനലൈറ്റിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് എന്താണ് അനലൈറ്റിക്കൽ ഫേസ് ഇൻക്ലൂഡിങ് പ്രിപ്പറേഷൻ ആൻഡ് ഡെലിവറി ഓഫ് ദ റിപ്പോർട്ട്. നമ്മുടെ റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷനും ഡെലിവറിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്രീ അനലൈറ്റിക്കൽ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പിൾ എടുത്തു, അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ട്,
കാര്യങ്ങളൊക്കെയാണ് വന്നത്. രണ്ടാമത്തെ വന്നപ്പോൾ എന്താണ് അതിൻ്റെ അനാലിസിസ് ആണ് വന്നത്. മൂന്നാമത്തത് പോസ്റ്റ് അനലൈറ്റിക്കൽ ഫേസ് ആണ്, റിപ്പോർട്ട്, സ്റ്റോറേജ്, അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്പെസിമെൻ ഫോർ സെറ്റ് റിട്ടൻഷൻ പീരീഡ് ആൻഡ് സേഫ് ഡിസ്പോസൽ ഓഫ് 7 സ്പെസിമെൻ ദർ ആഫ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് അനലൈറ്റിക്കൽ സ്പേസിൽ വരുന്നത്. എല്ലാ സ്ലൈഡുകളും അതുപോലെ തന്നെ പാരഫിൻ ബ്ലോക്കുകളും നമുക്ക് എന്ത് ചെയ്യണം, നമ്മളത് സൂക്ഷിച്ച് വെക്കണം. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഫെസിലിറ്റീസിനനുസരിച്ച് നമ്മളത് സൂക്ഷിച്ച് വെക്കുക. ലബോറട്ടറീസ് ഷുഡ് അറ്റംപ്റ്റ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് സൈനിങ് out majority of cases in shortest time possible. A turn around time is one of the measures by which the clinician or patient will judge the laboratory. അതുപോലെ തന്നെ എന്താണ്, മെജോറിറ്റി ബൈ ദ ക്ലിനിഷ്യൻസ് ഓർ പേഷ്യൻറ്റ് വിൽ ജഡ്ജ് ദ ലബോറട്ടറി. നമ്മൾ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. നമ്മുടെ ക്ലിനിഷ്യൻസും അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തൊക്കെ നമ്മൾ അവിടെയുള്ള സ്റ്റാഫുകൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ദ റിട്ടൻഷൻ പീരീഡ് ഫോർ സ്പെസിമെൻ ഹാസ് ഓൾവേസ് ബീൻ എ സബ്ജക്റ്റ് ഓഫ് ഡിബേറ്റ് ആൻഡ് നാഷണൽ ഗൈഡ് ലൈൻസ് ഫോർ ദിസ് ആർ വാറൻറ്റഡ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടുള്ള സ്പെസിമെൻ നീക്കം ചെയ്യണമെങ്കിൽ നമുക്കത് നീക്കം ചെയ്യേണ്ടതാണ്. അതല്ലാത്ത പക്ഷം നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, പലതരത്തിലുള്ള ഇഷ്യൂസ് നമുക്കവിടെ വരുന്നതാണെന്നാണ് പറയുന്നത്.